100% അപലപനീയമാണ്. 100% മുകേഷ് നായരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. കാര്യം മുകേഷ് നായർ ഒരു അതിജീവിതൻ ആണ്. അതിജീവിതൻ എന്ന് പറഞ്ഞാൽ വ്യാജ കേസിൽപ്പെട്ട് അതിൽ നിന്ന് പോരാടി വിജയിച്ച ഒരു അതിജീവിതനാണ് മുകേഷ്. അതിജീവിതകളെ എല്ലാം ബഹുമാനമാണ്, വ്യാജ പരാതി കൊടുക്കുന്നവരെല്ലാം ശരിയായ അതിജീവിതകളെ ബഹുമാനമാണ്. അതേപോലെ ഒരു അതിജീവിതനാണ് മുകേഷ് നായർ. കാരണം പുള്ളിയെ വ്യാജ കേസിൽ പെടുത്തി എല്ലാവരും കാണുന്ന ഷൂട്ടിങ്ങിന്റെ ഭാഗമായി നിന്ന് ഇദ്ദേഹത്തെ പോക്സോ കേസിൽ പെടുത്തി ഇദ്ദേഹത്തെ തളയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായി നിന്നു. ആ കോടതി അനുകൂലമായി നിൽക്കുമ്പോൾ മന്ത്രി അദ്ദേഹവും മാധ്യമങ്ങളും ഇദ്ദേഹത്തിനെതിരായി നിൽക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുകേഷിലേക്ക്. നമസ്കാരം. നിങ്ങളെപ്പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജേർണലിസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ്. നാഷണൽ ചാനലിന്റെ കേരള ബ്യൂറോ ചീഫ് ആയിരുന്നു. അതിനുശേഷമാണ് കോർപ്പറേറ്റിലോട്ടും പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിലേക്ക് മാറുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ കേസ് വന്നതിന് ശേഷവും കേസ് നടക്കുമ്പോഴും പോലീസ് കേസ് എടുത്തതിന് ശേഷവും നടക്കുമ്പോഴും അതിന് ബെയിൽ കിട്ടിയതിന് ശേഷവും എനിക്ക് വരുന്ന ഇനോഗ്രേഷൻസിൻ്റെയോ അല്ലെങ്കിൽ പ്രൊമോഷൻസിൻ്റെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻസിൻ്റെ എണ്ണത്തിന് കുറവ് വന്നിട്ടില്ല. ഒരുപക്ഷെ കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഈ കേസ് വരുന്ന സമയത്ത് 16-ാം തീയതി എൻ്റെ ആണെങ്കിൽ ഏപ്രിൽ 16-ാം തീയതി മുതൽ ഞാൻ യുഎയിലാണ്. അപ്പോൾ ഈ 22-ാം തീയതി 23-ാം തീയതിയാണ് ഈ കേസ് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ച് വരുന്നു. അപ്പോൾ യുഎയിൽ കുറച്ച് പ്രോഗ്രാമായിട്ടാണ് പോയത്. അതിനുശേഷം തിരിച്ച് വരുന്നു. വന്നതിന് ശേഷം വന്നതിൻ്റെ അന്ന് മുതൽ ഈ പറയുന്ന ആ ദിവസം വരെ എല്ലാ ദിവസവും എനിക്ക് ഇനോഗ്രേഷൻസും പ്രോഗ്രാമുണ്ട്. അപ്പോൾ നമ്മളെ ആൾക്കാർ വിളിക്കുന്നു. എന്നെ വിളിച്ചത് സ്കൂളിൻ്റെ ബിഹാഫിൽ JC ആണ് വിളിക്കുന്നത്. ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട്, പ്രവേശനോത്സവമാണ്. എനിക്ക് അന്ന് തന്നെ വേറെ 3 പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. അങ്ങനെയാണ് ഈ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ പേരിലൊരു വ്യാജ പരാതി കൊടുത്തു, വ്യാജ കേസ് എടുത്തു. കോടതി അതിന് മുൻകൂർ ജാമ്യം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഗ്രാവിറ്റി ഉള്ള ഒരു കേസിന് കോടതി ബെയിൽ തരണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബെയിൽ തരണമെങ്കിൽ അതിൽ മെറിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ കോടതി എന്ന് പറയുന്നത് നമുക്കറിയാലോ, അത്രയും നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്ന ഒരൊറ്റ തത്വത്തിൽ മാത്രമേ ഉള്ളൂ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ഒരു ശിക്ഷിക്കപ്പെടില്ല. അതെനിക്ക് ഉറച്ച വിശ്വാസമാണ്. അതിൻ്റെ ഒരൊറ്റ ബേസിൽ തന്നെ ഞാൻ എപ്പോഴും പബ്ലിക്കായിട്ട് മീഡിയയുടെ മുമ്പിൽ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോടതി ഞാൻ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൊമെന്റിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് ഞാൻ ആ സോഷ്യൽ മീഡിയ ലൈഫ് അവിടെ എൻഡ് ചെയ്യും. അത് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. ഐ എം ഡാം കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്രയും കോൺഫിഡൻറ്റ് എനിക്ക് വിധി വരുന്നവരുണ്ട്. കാരണം ആത്യന്തികമായി വന്ന വിധി വളരെ പോസിറ്റീവാണ്. കാരണം കോടതി ആ ബെയിൽ ഓർഡറിൽ വ്യക്തമായി പറയുന്നുണ്ട് ഫോൾസ്ലി ഡ്രാഗ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഗ്രൗണ്ടിലാണ്, ആ ഗ്രൗണ്ടിലാണ് എനിക്ക് ബെയിൽ തരുന്നത്. കാരണം പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു ഷൂട്ട്, ഒരു റിസോർട്ടിൽ 10-25 മോഡൽസിനോടൊപ്പം നടക്കുന്ന ഒരു ഷൂട്ട്, ഇവിടെ അമ്മയുണ്ട്, റിസോർട്ടിൻ്റെ ആൾക്കാരുണ്ട്. 2.5 മാസം കഴിയുമ്പോൾ ഞാൻ ആ കേസിൽ പ്രതിയാവുന്നു. വളരെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എനിക്ക് സത്യമായിട്ട് ഇത് ഞാൻ തന്നെ എൻ്റെ വാർത്ത ഈ ദുബായിൽ നിന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ നിന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പേ. ഞാൻ പോക്സോ കേസിൽ എങ്ങനെ പ്രതിയാവുന്നു? എൻ്റെ കൂടെ അഭിനയിച്ച ഒരു കുട്ടിക്ക് 15 വയസ്സ് താഴെയാണ്, അല്ല 15 വയസ്സേ ഉള്ളൂ. ആ കുട്ടി സമ്മതമില്ലാതെ ആണ് ഞാൻ ഇത്രയും ദിവസം ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നത്. ആ കുട്ടി കൊളാബ് ചെയ്തിരുന്ന വീഡിയോ കേസ് കൊടുത്തത് 3 ദിവസത്തിന് ശേഷമാണ് കുട്ടി കൊളാബ് റിമൂവ് ചെയ്തത്. എല്ലാത്തിൻ്റെ പ്രൂഫ് കോടതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ ഇനോഗ്രേഷൻസിൻ്റെയും അല്ലെങ്കിൽ ബ്രാൻഡിങ് ആൻഡ് പ്രൊമോഷൻസിൻ്റെയും പേരിൽ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരാളാണ്. അപ്പം ബേബി മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിന് എന്നോട് പൊതുവെ ഒരു ദേഷ്യമുണ്ട്. പല പോസ്റ്റുകളിലും പല ഇതിലൊക്കെ ഞാൻ ഒരുപാട് ബോഡി ഷേമിങ് ആണ് എനിക്ക് മെയിനായിട്ട് കൂടുതൽ കാണുന്നത്. നമ്മളിപ്പോൾ ഏതൊരു വീഡിയോ ഇട്ടാലും തടിയൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറേ ഒരു ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വലിയ കെയർ ചെയ്യാറില്ല. കാരണം ബോഡി ഷേമിങ് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്ന ഒരാളല്ല, ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. ഈ ബോഡി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തിയത്. അപ്പം ഇത് തന്നെ അങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഉള്ള ഒരാളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാതിരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സാധനം വരികയും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ നിർബന്ധിച്ച് അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ കേസിൽ മെറിറ്റ് ഉണ്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി, ആ ഒരു കോടതിയിലുണ്ടായ ഒരു വിശ്വാസമാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതും അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കും. ആ ഒരു വിശ്വാസം എനിക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വഴിവിട്ട് പറയാനും പറ്റില്ല. കാരണം കേസ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റും. കാരണം ഒരുപാട് തെളിവുകളുണ്ട് നമ്മുടെ ഭാഗത്ത്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ്, അതൊക്കെ നമ്മളിവിടെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം പൊതുവേ ഉള്ള എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റേതായ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസായിരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഗ്രാവിറ്റി ഉള്ള ഒരു കേസിൽ നമുക്ക് ബെയിൽ കിട്ടിയത്. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവർക്കും നാളെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായാലും ആദ്യം പോകുന്ന ഒരു പരാതിയാണ്. പരാതിയിൽ FIR ലോഡ്ജ് ചെയ്യും, ഉറപ്പാണ്. പ്രത്യേകിച്ച് പോക്സോ കേസാണെങ്കിൽ FIR 100% ലോഡ്ജ് ചെയ്യും. അപ്പോൾ അവിടെ പ്രതിയായി, പിന്നെ വാർത്തയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ എയറിലായി. നമ്മൾ അതിന് ശേഷം പക്ഷേ എനിക്ക് ബെയിൽ കിട്ടിയപ്പോൾ ആരും വാർത്ത കൊടുത്തില്ല.
ആകെ ഈ പ്രധാനമായും ആദ്യം പുറത്തു കൊണ്ടുവന്ന ചാനലിനോട് ഞാൻ വിളിച്ച അതിലൊരു ഉദ്യോഗസ്ഥനോട് അഭ്യർത്ഥിച്ചു ഈ ഒരു വാർത്ത ഒന്ന് കൊടുക്കാമോ ചേട്ടാന്ന്. ആ ചേട്ടൻ വാർത്ത കൊടുത്തു. സത്യം എനിക്ക് അതിനോട് വളരെയധികം ആദ്യം കൊണ്ടുവന്ന ചാനൽ അവർ അതിൽ ഒരു ന്യൂസ് ആങ്കറിനെയാണ് ഞാൻ വിളിച്ചു. അത് വായിച്ച ന്യൂസ് ആങ്കറാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത് വാർത്ത കൊടുത്തു. പക്ഷേ ഒരു ചെറിയ ഒരു 2 സെക്കൻഡ് വാർത്തയുടെ ചുരുങ്ങി മുകേഷ് നായർക്ക് മുൻകൂർ ജാമ്യം, അത്രേ ഉള്ളൂ. ആ കേസിന്റെ ഗ്രൗണ്ട് എന്തായിരുന്നെന്നോ, എന്ത് അടിസ്ഥാനത്തിൽ കോടതി ജാമ്യം കൊടുത്തുവെന്നോ, എന്ത് മെറിറ്റ് ആയിരുന്നെന്നൊന്നും അതിൽ പറഞ്ഞില്ല. മേ ബി അവരുടെ സമയക്കുറവുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത്തരം കേസുകളിൽ കോടതി ഒരാളെ അല്ലെങ്കിൽ പോലീസ് കേസ് എടുക്കുമ്പോൾ കോടതി ബെയിൽ കൊടുക്കുമ്പോൾ അതിൽ കോടതി പറയുന്ന ഫൈൻഡിങ്സ് ഒക്കെ പറയുന്നത് അത് നിങ്ങൾ വാർത്തയാക്കണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.